ഷമി, സംസ്ഥാനത്തെ ആകെ നടുക്കിയ ഒരു കൊലപാതകമുണ്ട് ജൂൺ 24 രാത്രി. അതെല്ലാവർക്കും അറിയാം. ദീപു കളിക്കാവിളയിൽ വെച്ചാണ് ഈ മലയൻകീഴ് സ്വദേശി ക്വാറി വ്യവസായിയാണ്. 10 ലക്ഷം രൂപയായിട്ട് കാറിപ്പോകുന്നു. കഴുത്തറുത്ത നിലയിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ആ കാശ് പോയി. അമ്പിളി എന്ന് പറയുന്ന ആളിനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ സൂത്രധാരൻ എന്ന് പറയുന്ന സുനിൽ അയാളെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുനിൽ കുമാർ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ദുരൂഹമായ കേസാണ് തുടക്കം മുതൽ. ഇപ്പോൾ മൊഴികളൊക്കെ നമ്മൾ ഈ അമ്പിളി കൊടുത്തിരിക്കുന്ന മൊഴിയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പുറത്ത് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു കേസാണെന്ന് തോന്നുന്നില്ലേ? നമുക്ക് അമ്പിളി എന്ന് പറയുന്നത് സജീവ്കുമാർ 3 കൊലപാതകം അടക്കം ക്രിമിനലാണ്. നിരവധി അടിപിടി കേസടക്കം നിരവധി കേസുകളുണ്ട്. കൊലപാതക കേസ് 3 എണ്ണമാണ് സജീവ്കുമാറിൻ്റെ പേരിലുള്ളത്. മലയൻകീഴ് സ്വദേശിയാണ് സജീവ്കുമാർ. ഇപ്പോൾ സജീവ്കുമാറിൻ്റെ പേരിൽ 3 കൊലപാതകം, അതുപോലെ തന്നെ ഇത്രയും കേസുകളും അടിപിടിയുമുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കഥയാണിത്. ഇത് 2 ഭാഗത്തും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് ചേട്ടൻ ഓർമ്മയുണ്ടോ? ഇവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക, ഉയർന്ന മലകളിൽ പോയി ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വിദേശത്ത് ഇവിടെ പോയി മരിച്ച 3 പേരുണ്ട്. അതെ അതെ, 3 പേര്, 2 സ്ത്രീകളും ഒരു പുരുഷനും. ഉയർന്ന പ്രദേശങ്ങളിൽ പോയി ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോയി പിന്നെ മരണാനന്തര ജീവിതമൊക്കെ കൊതിച്ചിട്ട് മനുഷ്യ മനസ്സെന്ന് പറയുന്നത് നമുക്ക് കരുതാൻ പറ്റാത്ത ഒന്നാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ദീപു ആണ് ഇതിലെ പ്രധാനപ്പെട്ട കക്ഷി. എല്ലാവരും കോറി മുതലാളി എന്നാണ് ഇയാളെ വിളിക്കുന്നത്. അയാളുടെ അച്ഛൻ്റെയാണ് കോറി ഉടമ എന്നാണ് ഇദ്ദേഹത്തെ എല്ലാവരും പറയുന്നത്. അയാൾ മലയൻകീഴ് സ്വദേശി, മലയൻകീഴ് വീട് വെച്ചിട്ടുണ്ട്. അയാൾ ഈ പാപ്പനംകോടുകാരനാണ്. ഇവിടെ തിരുവനന്തപുരം കൈമനം പാപ്പനംകോടുകാരനാണ്. ശരിക്കും ഇയാളുടെ ജോലി എന്ന് പറയുന്നത് JCB വാങ്ങി, പഴയ JCBകൾ വാങ്ങി അത് പുതുക്കി പണിഞ്ഞ് വിൽക്കുന്ന ആളാണ് ഇദ്ദേഹം. ദീപുവിന്റെ അടുത്ത ചങ്ങാതിയാണ് ഈ പറയുന്ന അമ്പിളി സജീവ്കുമാർ. ചങ്ങാതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപുവിന്റെ സ്ഥാപനത്തിൽ ഈ ചങ്ങാതി സ്ഥിരം വരും. ദീപുവാണ് ഈ ചങ്ങാതിക്ക് പൈസ കൊടുക്കുന്നത്. മിക്ക ദിവസം വന്ന് പൈസ മേടിച്ചു പോകും. ദീപു ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലും, ഇദ്ദേഹം ദീപുവിന്റെ വീട്ടിൽ വരും. ഇവർ വളരെ സുഹൃത്തുക്കളായിട്ടൊക്കെ പോകുന്ന ആളാണ്. ഈ സംഭവത്തിന് ജൂൺ 24 മുമ്പ് 21 തീയതി നെയ്യാറ്റിൻകരയിൽ ഈ മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ വിൽക്കുന്ന സുനിൽ കുമാർ, ഇപ്പൊ പിടിച്ചിരിക്കുന്ന സുനിൽ കുമാർ, പിന്നെ സുനിൽ കുമാറിന്റെ കടയിൽ ഈ അമ്പിളിയുടെ സുഹൃത്തായിട്ടുള്ള പ്രദീപ് ചന്ദ്രനും അവിടെ എത്തി. അവരൊരു സർജിക്കൽ ബ്ലേഡും ഒരു ക്ലോറോഫോമും അവിടെ നിന്ന് വാങ്ങി. സുനിൽകുമാറിനോട് അമ്പിളി സുഹൃത്താണ്. സുനിൽകുമാറിന്റെ അടുത്ത സുഹൃത്താണ് അമ്പിളി. ഇതൊരു ചെയിനാണ്, വൃത്താകൃതിയിലുള്ള ഒരു ക്രൈമാണ്. സുനിൽകുമാറിനോട് ഇവർ പറഞ്ഞു, പിന്നെ ഒരു കൊലപാതകം നടത്താം. ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടും. മരണപ്പെടാൻ പോകുന്ന ആളുടെ സമ്മതത്തോടാണ് നടത്താൻ പോകുന്നത്. മരണപ്പെടാൻ പോകുന്ന ആളോട് സമ്മതത്തോടെയാണ് നടത്തുന്നത് പറഞ്ഞിട്ട് ഇവരിത് മേടിച്ചു. സുനിൽകുമാർ ഇവർക്ക് സർജിക്കൽ ബ്ലേഡും ക്ലോറോഫോമും നൽകി. ഇതിനുശേഷം അത് 18 തീയതി ഈ സംഭവം നടക്കുന്നത്. 21 തീയതി പിന്നെ സുനിൽകുമാർ അമ്പിളിയോട് ചോദിച്ചു, നീ ഒരുത്തനെ കൊല്ലുന്നെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് എന്താ കൊന്നില്ലെന്ന് ചോദിച്ചു. ഇത് ദിലീപിന്റെ ഒരു സിനിമയുണ്ട്, അത് മരിക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പൊ കൊച്ചി ഹനീഫയ്ക്ക് കൊണ്ട് കുറച്ച് കാശ് കൊടുക്കും. കൊച്ചി ഹനീഫ ആദ്യം മരിക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പൊ കൊച്ചി ഹനീഫയ്ക്ക് കാശ് കൊടുക്കും. കൊച്ചി ഹനീഫ ബോംബെയിൽ ഒരു വലിയ ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അതിനുശേഷം ദിലീപ് കൊച്ചി ഹനീഫയെ കണ്ടപ്പോൾ ഒളിച്ചു കിടക്കുന്ന ഒരു സിനിമയുണ്ട്. പേര് പഴയ സിനിമയാണ്, ഞാൻ വിട്ടുപോയി. അങ്ങനെ ഇദ്ദേഹം 3 ദിവസം കഴിഞ്ഞപ്പം അമ്പിളിയോട് സുനിൽകുമാർ ചോദിച്ചു, ഇവനെ നീ കൊല്ലുന്നെന്ന് പറഞ്ഞ ആളെ കിട്ടിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, നീ കാർ എടുക്ക്, നമുക്കൊരു സ്ഥലം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അതെ, കൊല്ലാൻ പറ്റിയൊരു സ്ഥലം കൊല്ലാൻ പറ്റിയൊരു സ്ഥലം കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കളിക്കാവിള, പിന്നെ കളിക്കാവിളയ്ക്ക് പിന്നെ അടുത്തുള്ള ഒരു സ്ഥലം, അത് ഞാൻ പറയാം, പിന്നെ സ്ഥലം വിട്ടുപോയി. അപ്പോൾ ഇവിടെ വരെ എത്തി. ആ സ്ഥലം എത്തിയിട്ട്, അതായത് ഈ ബോഡി കിടക്കുന്നത് ഒറ്റാമരത്താണ്. ഒറ്റാമരവും കഴിഞ്ഞൊരു സ്ഥലമുണ്ട്, അതിൻ്റെ പേര് ഞാൻ പറയാം. അപ്പോൾ അവിടെ വരെ എത്തിയിട്ട് ഇവർ സ്ഥലമൊക്കെ പരിശോധിച്ച്, കൊല്ലാൻ പറ്റിയ ഒരു സ്ഥലമൊക്കെ പരിശോധിച്ച ശേഷം
അവിടെ നിന്ന് മടങ്ങി വന്നു. 24-ാം തീയതിയാണ് ദീപു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 24-ാം തീയതി അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങി ഇതുപോലെ വീട്ടുകാരോട് പറഞ്ഞത്, മാർത്താണ്ഡത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, JCBയുടെ വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്, ഇയാളെയും വിളിച്ചുകൊണ്ട് JCB നോക്കാൻ വേണ്ടി, പുതിയ JCB നോക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് 10 ലക്ഷം രൂപ ബാഗിൽ, ലിക്വിഡ് മണിയാണ്, വെച്ചുകൊണ്ട് ഇയാള് എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങിയ ശേഷം ഇയാള് ഈ പറയുന്ന സ്ഥലത്തേക്ക് പോയി, കളിയിക്കാവിള. പിന്നെ ഇതിനിടയ്ക്ക് നെയ്യാറ്റിൻകരയ്ക്കും അമരവിളയ്ക്കും ഇടയ്ക്ക് പിന്നെ സജീവ്കുമാർ അമ്പിളി ഈ കാറിൽ കയറി. ഈ കാറിൽ കയറിയ ശേഷം ഇത് നേരെ തമിഴ്നാട്ടിലേക്ക് വീണ്ടും പോയി. വീണ്ടും പോയിട്ട് പടന്തലാമൂട് എന്ന സ്ഥലത്തിന്റെ പേര്. ഇവരാദ്യം മരണത്തിന് നോക്കാൻ പോയ സ്ഥലം പടന്തലാമൂട് വരെ പോയിട്ട് ആ പോയ വണ്ടി തിരിച്ച് ഒറ്റാമരത്തേക്ക് വന്നു. ഒറ്റാമരത്തേക്ക് വന്നിട്ട് ഒറ്റാമരത്ത് ഒരു പമ്പിനടുത്ത്, ഒരു വർക്ക്ഷോപ്പിനടുത്ത് പിന്നെ ഈ വണ്ടി ഇടത് സൈഡിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. അവിടെ പാർക്ക് ചെയ്ത് ഈ വണ്ടി കിടന്നു. ഈ വണ്ടി പിന്നെ ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പിളി ഇറങ്ങി തിരിച്ചു പോയി. 4 ഇൻഡിക്കേറ്റർ ഇട്ട ഈ വണ്ടി അവിടെ കിടന്നു. ഇവിടെ നിന്ന വർക്ക്ഷോപ്പിലെ ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് ജീവനക്കാർ ജോലി കഴിഞ്ഞ് രാത്രി ഒരു 12 മണിക്ക് ഈ വർക്ക്ഷോപ്പിനടുത്ത് ഈ പമ്പിലാണ് ഇവർ കൈയും കാലുമൊക്കെ കഴുകാൻ പോകുന്നത്. ഇവരിവിടെ കഴുകാൻ പോയി. കൈയും കാലുമൊക്കെ കഴുകി ഇവർ തിരിച്ചു വന്നപ്പോഴും അങ്ങോട്ട് പോയപ്പോഴും അവിടെ 4 ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി കിടപ്പുണ്ട്. സ്റ്റാർട്ടിംഗ് ആണ് ഈ വണ്ടി, മഹീന്ദ്ര XUV. ഇതവിടെ കിടപ്പുണ്ട്. ഇത് ഇവിടുന്ന് നേരെ ഇവർ തിരിച്ചു വന്നപ്പോഴും ഇവിടെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരു സ്ഥലമാണ്, ഇത്തിരി അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഈ ചെറുപ്പക്കാരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് നോക്കി. അങ്ങനെയാണ് ഈ മരണം പുറത്തറിയുന്നത്. ഇനി ഈ മരണത്തിന്റെ പ്രത്യേകത, ഈ മരണത്തിന് ശേഷം അമ്പിളി കീഴടങ്ങുമായിരുന്നു. കളിയിക്കാവിള പോലീസിന് അമ്പിളി പോലീസിന് മുന്നിൽ കീഴടങ്ങി കൊടുത്ത് അമ്പിളി പറയുന്ന കഥ, ദീപുവിന് പിന്നെ 3,49 ലക്ഷം കടം, 3,49 ലക്ഷത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ദീപുവിന് കടമുണ്ടായിരുന്നു. ദീപു കൊല്ലപ്പെട്ടാൽ ആ ഇൻഷുറൻസ് ആർക്ക് കിട്ടും? അദ്ദേഹത്തിന്റെ നോമിനികൾക്ക് ലഭിക്കും. അതിനുവേണ്ടി കൊലപ്പെടുത്തുവാൻ വേണ്ടി, എന്നാൽ മരണം ദീപു അറിയാനും പാടില്ല. ക്ലോറോഫോം മണപ്പിച്ച് മയക്കിയ ശേഷം കൊലപ്പെടുത്തണം. ഇതാണ് ദീപു പറഞ്ഞിരിക്കുന്ന അമ്പിളിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് അമ്പിളിക്ക് നൽകാനാണ് 10 ലക്ഷം രൂപ ദീപു എടുത്തത്. ഈ മരണത്തിന് ശേഷം അമ്പിളിക്ക് കാറിൽ കൊണ്ടുപോയത് ഈ പൈസ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചോദ്യം വരും, മാർത്താണ്ഡത്തെ സുഹൃത്ത് ആരാണ്? അങ്ങനെ ഒരു സുഹൃത്തില്ല. കള്ളം പറഞ്ഞായിരിക്കാം. ദീപു വീട്ടിൽ ഒന്നുകിൽ കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ ആ സുഹൃത്തിന് പകരം ഈ അമ്പിളിയുമായിട്ട് കോയമ്പത്തൂരിൽ പോയി JCB ഓടിക്കാനായിരിക്കും. പക്ഷെ ഇതിനകത്ത് പറയുന്ന ഇവര് സൂപ്പർവൈസർ എന്ന് പറയുന്ന ആളുമായിട്ട് പകല് പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് യാത്ര രാത്രിയിലേക്ക് മാറ്റി. അപ്പം രാത്രി ആക്കിയപ്പോഴത്തേക്ക് സൂപ്പർവൈസർ വരുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. തുടക്കത്തിൽ അങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട്. ക്രൈമല്ലേ ഇവിടുത്തെ പത്രക്കാര്യത്തില് വലിയ ക്രൈം, കത്തിയുടെ ഒക്കെ കഥ വളച്ചൊടിച്ചോണ്ട് പോയിട്ടുണ്ട് ഇവിടെ. ഇതിനകത്ത് ഇത്രയും സമരം. ഇത് സുന്ദരവദനമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്, കന്യാകുമാരി SP. സുന്ദരവദനത്തിന്റെ കീഴിലാണ് ഈ കേസുള്ളത്. കളിയിക്കാവിള പോലീസാണ് ഇതിന്റെ സൂപ്പർവിഷൻ. സുന്ദരവദനവും കളിയിക്കാവിള പോലീസിന്റെ കീഴിലാണ് ഈ കേസ്. അതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്, SIT. അപ്പൊ മാർത്താണ്ഡത്തെ സുഹൃത്താരാണ്? അതില്ല. ദീപ് കൊണ്ടുവന്ന 10 ലക്ഷം എടുത്ത് അമ്പിളി അവിടുന്ന് തിരിച്ചുപോയി. അവിടുന്ന് തിരിച്ചുപോയ അമ്പിളി ഈ പറയുന്ന 10 ലക്ഷത്തിൽ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അവിടെ നിന്നും മാറാൻ തുടങ്ങുന്ന സമയത്താണ് CCTV ദൃശ്യങ്ങൾ തപ്പിയെടുത്ത് പോലീസ് വരുന്നത്. പോലീസ് തപ്പിയെടുത്ത് അന്വേഷണം നടത്തി അമ്പിളിയെ കണ്ടുപിടിച്ച് അമ്പിളി ചെന്ന് കീഴടങ്ങി കൊടുത്തു. മൊത്തം ദുരൂഹമാണിത്. അങ്ങനെ അതിനുശേഷം അമ്പിളി പറയുന്ന മൊഴി, സുനിൽകുമാറിന്റെ കയ്യിൽ നിന്ന് ഇത് മേടിച്ചു. ഈ കിട്ടുന്ന 10 ലക്ഷത്തിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ സുനിൽകുമാറിനും കൊടുക്കാമെന്ന് പറഞ്ഞു, ഈ പ്രദീപ് ചന്ദ്രനും കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് സ്വയം ഒരാൾ മരിക്കുന്നു, ആത്മഹത്യനൊക്കെ നല്ലതില്ലെന്ന് അവർക്ക് തോന്നിയെന്നുള്ള രീതിയിലൊക്കെയാണ് ഈ മൊഴികൾ. വളരെ വൈരുദ്ധ്യമുള്ള ഒരു കേസാണ്. ഇപ്പോ സുനിൽകുമാറിനെ എന്ന് പിടിച്ചു. പോലീസ് അമ്പിളി സുനിൽകുമാറിനെ മൊഴി കൊടുത്തപ്പം, സുനിൽകുമാറിനെ പറ്റി പറഞ്ഞപ്പോൾ സുനിൽകുമാറിന് കോള് പോയി, പോലീസിന്റെ കോള് പോയി. അതിനു മുമ്പ് തന്നെ പ്രദീപിനെ പിടിച്ചു. പിന്നെ സുനിൽകുമാറിനെ അവര് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി. അങ്ങനെയാണ് ഇന്ന്
തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. പറയാൻ പറ്റൂല. പിടിച്ചു എന്ന് ചിലപ്പോൾ മിക്ക കേസുകളിലും പിടിച്ചു എന്ന് പറയുന്നത്. അത് കീഴടങ്ങുന്നതിനെയും പിടിച്ചു. കീഴടങ്ങുന്നത് പോലീസാണ്. പോലീസിന്റെ രീതി എറണാകുളത്ത് ലോഡ്ജിൽ നിന്ന് പിടിച്ചു, ചവിട്ടി പൊളിച്ചു. അവനെ വിളിച്ചു പറയാം, നീ വന്ന് അത് എന്റെ വേറെ പരിപാടിയുണ്ട്. ഇവന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കാരെ, ഇവനുമായിട്ട് ബന്ധമുള്ള അമ്മയോ അച്ഛനോ ഒന്നും ആയിരിക്കത്തില്ല. ഇവൻ ഏതെങ്കിലും എന്താ പറയാ, ഏതെങ്കിലും ബന്ധത്തിൽ ഒരു സ്ത്രീ കാണും. ഏതെങ്കിലും ബന്ധത്തിൽ ഒരു സ്ത്രീ ഉണ്ടോ നോക്കും. ആ സ്ത്രീ ഉണ്ടെങ്കിൽ ആദ്യം ടോർച്ചർ പോകുന്നത്, പോലീസിന്റെ ടോർച്ചർ പോകുന്ന ആ സ്ത്രീക്കായിരിക്കും. ആ സ്ത്രീയെ ഇവര് തപ്പിയിട്ട് ഇവന്റെ അടുത്ത് പറയും, നീ വന്നില്ലെങ്കിൽ എന്താ ഇത് പ്രതിയാകും. ഇവന് പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഇവന്റെ പ്രിയപ്പെട്ട എന്ത് വസ്തുവാണോ, എന്ത് വസ്തു ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഭാര്യ, കുഞ്ഞ്, അല്ലെങ്കിൽ പ്രായപൂർത്തിയായ മകൻ അല്ലെ മകൾ. പോലീസിന്റെ രീതി അതാണ്. പോലീസ് അങ്ങനെ ചെയ്യും, കൈകാര്യം ചെയ്തു കളയും പോലീസ്. പോലീസ് അങ്ങനെയാണ് സമ്മർദ്ദം ഇട്ട് കൊടുക്കും. സമ്മർദ്ദം ഇട്ട് കൊടുക്കുമ്പോഴാണ് കുറ്റം തെളിയിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് പിന്നെ പല ക്രൈമും തെളിയിക്കാറുള്ളത്. പലപ്പോഴും വന്നവനെ അവിടുന്ന് പിടിച്ചു, ഇവിടുന്ന് പിടിച്ചു എന്നൊക്കെ പറയും. ഇപ്പം ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീപുവിനെ കൊലപ്പെടുത്തും. XUV ആണ്. XUV-യിൽ ബാക്കിലാണ് പിന്നെ അമ്പിളി കയറിയത്. അമ്പിളി കളയിക്കെ വിളക്കോ അമരവിളക്കോ ഇടയിൽ വാഹനത്തിൽ കയറുന്നത് തന്നെ ബാക്കിലാണ് കയറിയത്. അവിടെ ഒരു വണ്ടി, ഒരാളെ ഉള്ള വണ്ടിക്കകത്ത് എന്തിനാണ് ബാക്കിൽ കയറിയത്? അതൊരു സംശയമാണ്. പിന്നെ ഈ പറയുന്ന പടന്താലുംമൂട് വരെ പോയ വണ്ടി തിരിച്ച് ഒറ്റാമരത്ത് വന്നു. എന്നിട്ട് അത് വളരെ കൃത്യമായിട്ട് ഒതുക്കി, ഇടത് സൈഡിൽ ഒതുക്കി. എന്നിട്ട് ശേഷമാണ് ഈ മരണം, ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഇപ്പൊ രണ്ട് സൈഡും ചിന്തിക്കാം. ഒന്നുകിൽ പിന്നെ മരണപ്പെടാൻ ആഗ്രഹിച്ച ദീപു മരണപ്പെടാൻ ആഗ്രഹിച്ചു. അത് ചിലപ്പോൾ ഇൻഷുറൻസ് കേസോ ഒന്നും ആയിരിക്കില്ല. വേദനിക്കാതെ മരിക്കാൻ, ഒന്നും അറിയാതെ മരിക്കാൻ ആഗ്രഹിച്ചു. ഇവിടെ ഒരു ഡോക്ടർ മരിച്ച എങ്ങനെയാണെന്നറിയാമോ? അനസ്തേഷ്യ എടുത്തു. അനസ്തേഷ്യ പിന്നെ നല്ല രീതിയിൽ എടുത്തിട്ട് ഉരുണ്ട് വെള്ളത്തിലോട്ടങ്ങ് പോയി. അനസ്തേഷ്യ എടുത്തിട്ട് ഉരുണ്ട് വെള്ളത്തിൽ പോയി. അങ്ങനെ വേദന അറിയാതെ മരിച്ചു. ഒന്നും അറിയാതെ മരിച്ചു. ഒന്നും അറിയാതെ മരിച്ചു. അതുപോലെ തന്നെ പിന്നെ തൃശ്ശൂര് AC മുറിക്കകത്ത് വളരെ കൃത്യമായിട്ടൊരു വിഷവാതകം പ്രൊഡ്യൂസ് ചെയ്തു ഒരാള്. കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ മേടിച്ച്, കുറച്ച് കെമിക്കൽസ് എല്ലാം കൂടെ മേടിച്ച് അത് കത്തിച്ച് പുകച്ചിട്ട് AC ഇട്ട് കൊടുത്തു. വിഷവാതകം പ്രൊഡ്യൂസായി. അച്ഛൻ, അമ്മ, 2 കുഞ്ഞുങ്ങൾ. സെക്കൻഡ്സിനുള്ളിൽ ബോധമനസ്സ് നഷ്ടപ്പെടും. ബെഡിൽ കിടന്നു, AC ഓണാക്കി കൊടുത്തു, കഴിഞ്ഞു. ഇതൊക്കെയാണ് മനുഷ്യ മനസ്സിനെ നമുക്ക് പറയാൻ പറ്റില്ല. പല രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. 2 വശങ്ങളും നമുക്ക് ചിന്തിക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ പത്രക്കാരും ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പലതും ഭാവനയിൽ കൊണ്ടുവരും. ഇവിടുത്തെ എഴുത്തുകാരേക്കാൾ വലിയ ഭാവന ഇവിടുത്തെ പത്രക്കാർക്കുണ്ട്. പത്രക്കാർക്കും പറയുന്ന പഴയ മറ്റേ ട്യൂണ മീനെ പോലെ, ട്യൂണ മത്സ്യത്തെ പോലെ എന്നൊക്കെ പറഞ്ഞ് പഴയ കഥയുണ്ടല്ലോ. അങ്ങനെയാണെന്ന് എന്റെ ഓർമ്മ. ചാരക്കേസ് അത് തന്നെ അല്ലേ? വലിയ ഭാവന പണ്ടുതൊട്ടേ ഉണ്ട് ഇവിടുത്തെ പത്രക്കാർക്ക്. ഡാൽഫിഷ് സോറി. അങ്ങനെ ഇപ്പൊ ഈ ദീപുവിന്റെ കാര്യത്തില്, പിന്നെ ദീപുവിന് ഈ 3.49 കോടി, 4 കോടിയുടെ ഒരു ആവശ്യമില്ല. സാമ്പത്തികം ഉണ്ട് അയാൾക്ക്. പിന്നെ ഇയാളുടെ കോറി എന്ന് പറയുന്നത് 1.5 വർഷമായിട്ട് ഇത് പൂട്ടിക്കിടക്കുക. 1.5 വർഷമായിട്ട് ഇത് പൂട്ടിക്കിടക്കുക. ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഇതിന്റെ നടുവിൽ, ഇതിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. ഇതാണ് ഇതിന്റെയൊക്കെ ഒരു 2 വശവും ചിന്തിക്കണം നമ്മൾ. ഈ 2 വശത്തും ചിന്തിക്കണം. ഇനിയിപ്പോ തമിഴ്നാട് പോലീസ് ഇതിനേക്കാൾ വലിയ കഥക്കാരാണ്. അവര് വേണമെങ്കിൽ അവിടുത്തെ എന്താ പറയാ, ഒന്ന് സ്റ്റാർ ആവാൻ വേണ്ടി ഇതിനപ്പുറം കഥ വേണമെങ്കിൽ പ്രൊജക്ട് ചെയ്ത് വിടും. ഇപ്പൊ ഇത്രയും നേരമായിട്ടും പിന്നെ സുന്ദരവദനം SP ആണ് സാധാരണ അവിടുത്തെ ഒരു ഹൈറാർക്കി ഭയങ്കര രീതിയാണ്. ഒരു കേസിൽ SP വന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നീട് മാധ്യമപ്രവർത്തകരോട് SP മാത്രമേ അവിടെ സംസാരിക്കൂ. വേറെ ഒരു ഫോൺ കോള് അവിടെ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവരുടെ അവിടെ ഒരു സിസ്റ്റമാണ്. അവരിൽ പോലീസുകാരുടെ എല്ലാം ഫോൺ അവിടെ ടാപ്പ് ചെയ്ത് കളയും. SP ഒന്ന് ഇടപെട്ട കേസിൽ ഒന്നുമില്ല, ചുമ്മാ 2 വരി പറഞ്ഞു കൊടുത്താൽ മതി. SP-ക്ക് സ്റ്റാർ ആവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെ ഈ പറഞ്ഞു കൊടുത്തവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കും. കാര്യം തമിഴ്നാട് വലിയ സ്റ്റേറ്റ് ആണ്. ഈ അവിടെ ഇരിക്കുന്ന ഇവിടുത്തെ SHO, ഇവിടെ മലപ്പുറത്തിരിക്കുന്ന SHO ആയിരിക്കും തിരുവനന്തപുരത്തിരിക്കുന്നത്. അവിടെ അങ്ങനല്ല. ആ മുറ്റത്തായിരിക്കും അയാളുടെ വീട്.
അയാളെ എടുത്ത് അങ്ങേയറ്റം ചെന്നൈക്ക് അപ്പുറം അടിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അയാൾ പിന്നെ അവിടെ നിന്ന് ഇവിടെ വരണമെങ്കിൽ ഒരു ദിവസം യാത്ര ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് കേസ്. അപ്പൊ ദീപുവിന്റെ എന്തായാലും ആ കേസിലെ ദുരൂഹതകൾ മാറട്ടെ. ശരി.